അലോട്ട്മെന്റ് ലഭിച്ചിട്ടും +1 പ്രവേശനം നേടാനാകാതെ പോയ വിദ്യാർത്ഥികൾക്ക് അവസരം നൽകണമെന്ന ആവശ്യം ശക്തം. ഇഷ്ടവിഷയമോ വിദ്യാലയമോ ലഭിക്കാത്തതിനാൽ പ്രവേശനം നേടാതെ പോയ വിദ്യാർത്ഥികളാണ് ആശങ്കയിൽ തുടരുന്നത്. എന്നാൽ മലപ്പുറത്തടക്കം ഈ വിദ്യാർത്ഥികളുടെ എണ്ണം വെട്ടിക്കുറച്ചാണ് സീറ്റ് പ്രതിസന്ധി കുറച്ചു കാണിക്കാൻ സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് ആരോപണം. മലപ്പുറത്ത് മാത്രം 11,456 വിദ്യാർത്ഥികളാണ് അലോട്ട്മെന്റുകളിൽ അവസരം ലഭിച്ചിട്ടും പ്രവേശനം നേടാതിരുന്നത്. ഇഷ്ടവിഷയമോ വിദ്യാലയങ്ങളോ ലഭിക്കാത്തതിനാലാണ് ഇത്രയധികം വിദ്യാർത്ഥികൾ പ്രവേശന നടപടികളിൽ നിന്നും വിട്ടുനിന്നത്. ഇങ്ങനെ മാറി നിന്നിരുന്ന വിദ്യാർത്ഥികളിൽ മലപ്പുറത്തെ 4,492 പേർ മാനേജ്മെന്റ് സീറ്റുകളിലും അൺഎയ്ഡഡ് സീറ്റുകളിലും മറ്റ് സംവരണ കോട്ടകളിലുമായി പ്രവേശനം നേടുകയും ചെയ്തു. എന്നാൽ ബാക്കിയുള്ള 7,054 വിദ്യാർത്ഥികൾ ഇപ്പോഴും പുറത്താണ്. കുറവുള്ള സീറ്റ് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ 7,478 സീറ്റും അവിടെ പ്രവേശനം ലഭിച്ചവരെന്ന് പറഞ്ഞാൽ 53,762. അപ്പൊ ഈ കുറവുള്ള ഈ സീറ്റുകളൊക്കെ തന്നെ ചെറിയ സീറ്റുകളാണല്ലോ, കുറച്ച് നമ്പറേ ഉണ്ടാവുള്ളൂ. അതെല്ലാം 1, 2, 3 അലോട്ട്മെന്റ് കഴിഞ്ഞു. ഇനി അടുത്ത സപ്ലിമെന്ററി അലോട്ട്മെന്റോടുകൂടി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തും. മലപ്പുറം ജില്ലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഇക്കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് നൽകുവാൻ 2 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുകയാണ്. ഈ 7,054 വിദ്യാർത്ഥികളെ തുടർച്ചയായി വെട്ടിമാറ്റിയാണ് സർക്കാർ കണക്ക് അവതരിപ്പിക്കുന്നത്. ഫലത്തിൽ 7,000-ഓളം സീറ്റുകളുടെ ആവശ്യം വെട്ടിക്കുറയ്ക്കുകയാണ് സർക്കാർ ലക്ഷ്യം. ഈ വിദ്യാർത്ഥികൾ +1 അപേക്ഷ നൽകിയിട്ടും +1 പഠനം ആഗ്രഹിക്കാത്ത വിദ്യാർത്ഥികളായാണ് സർക്കാർ ചിത്രീകരിക്കുന്നത്. ഇവർക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിനും അപേക്ഷ നൽകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ. ഈ നയത്തിൽ മാറ്റം വരണമെന്നാണ് ഉയരുന്ന ആവശ്യം. മൂന്നാമത്തെ അലോട്ട്മെന്റിനെ പ്രതീക്ഷയോട് കാത്തിരുന്ന 7,000-ഓളം വിദ്യാർത്ഥി മലപ്പുറം ജില്ലയിൽ സമാനമായി 3-1 മലപ്പുറത്താണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അങ്ങനെ ഒരു പ്രയാസമുണ്ട് എന്ന് സർക്കാർ തന്നെ ഇന്നത്തെ ചർച്ചയിൽ ഞങ്ങളോട് സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ 3-1 ആ കണക്ക് പ്രകാരം 3-1 മലപ്പുറം ജില്ലയിലാണ്. ആ കുട്ടികളെയും സപ്ലിമെൻ്റ് അലോട്ട്മെന്റിൽ പരിഗണിക്കണമെന്ന് ഇന്നത്തെ ചർച്ചയിൽ കൃത്യമായി MSFും അതുപോലെ തന്നെ മറ്റു വിദ്യാർത്ഥി സംഘടനകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപേക്ഷകരുടെ എണ്ണം കുറച്ചും വെട്ടിമാറ്റിയും പ്രതിസന്ധി ഇല്ലെന്ന് പറയാൻ എളുപ്പമാണ്. ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിന് അവസരം ഒരുക്കുക എന്നതാണ് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തം. റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ, മലപ്പുറം.